ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മലബാറിൻ്റെ സ്വന്തം തരിപ്പോളയുടെ റെസിപ്പിയാണ്. ഇത് ശരിക്കും ഒരു ഇഫ്താർ ഡിഷായിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത്. പക്ഷേ ഇത് ഇഫ്താറിന് മാത്രമല്ല, നമുക്ക് വൈകിട്ടൊക്കെ ചായക്കും അല്ലാണ്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റവ ഇല്ലാതെ 6 ടേബിൾ സ്പൂണ് മൈദ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു വലിയൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കായ മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. നമുക്ക് ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. എന്തായാലും ഇത് നമുക്ക് മുട്ട നന്നായിട്ട് പതഞ്ഞിട്ട് നല്ല ഫോമായിട്ട് വരണം കേട്ടോ. ഇതുപോലെ കിട്ടണം. ഇതാണ് ഇതിൻ്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ തടിത്തവിയാണ് വേണ്ടത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ 1/4 ടീസ്പൂണിലും കുറച്ചിട്ടാട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി റവേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം 2 ടേബിൾ സ്പൂൺ കൊടുത്തിട്ട് നമ്മുടെ മരത്തിൻ്റെ തവി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനും നമുക്കിതുപോലെ പതുക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിത് അവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുട്ട പതഞ്ഞത് താന്ന് പോവരുത് കേട്ടോ. അതാണ് നമ്മൾ പതുക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു പാൻ എടുക്കുക. കാസ്റ്റ് ചെയ്യേണ്ട നല്ലൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്ക് എടുത്താലും മതി കേട്ടോ. അടിയിൽ പിടിക്കാത്ത പാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ എണ്ണ കൂടരുത് കേട്ടോ. നമ്മൾ തടവിയ എണ്ണ പാകത്തിനായിരിക്കണം. എന്നിട്ട് നമ്മുടെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പാത്രം ഒന്ന് തുറന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പാത്രം തുറന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. സെറ്റായതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് താന്ന് പോകും കേട്ടോ. എന്നിട്ട് വീണ്ടും പാത്രം അടച്ച് ബാക്കി ടൈമും കൂടെ വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പോള നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വെന്തോന്ന് അറിയാൻ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ആ കത്തി നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം. വെക്കുന്ന പാത്രം അടി പിടിക്കും, കരിഞ്ഞു പോകുന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു തട്ടിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ചെറുതായിട്ടൊന്ന് അടിഭാഗം ഒന്നുകൊണ്ട് കരിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാട്ടോ ഇതിന് വേണ്ടത്. ഈ ഒരു കളറാണ് വേണ്ടത്. അത് നല്ല സോഫ്റ്റായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചില ഭാഗത്ത് റവ മാത്രം വെച്ചിട്ടും ചെയ്യും. ഇവിടെ ടേസ്റ്റ് ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.